So guys, welcome back to another travel vlog. So സാധാരണ ഞാൻ പറയുന്ന പോലൊക്കെ തന്നെ ഇന്നും ഒരു യാത്ര പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നേരം വെളുത്തപ്പോൾ ഞാൻ വന്ന ഹാംബർഗ് എയർപോർട്ടിലിരിക്കുന്നതാണ്. ഫ്ലൈറ്റ് ഡിലേ ആണ്. ശരിക്കും ബോറടിച്ചിട്ടുണ്ട്. അങ്ങനെ പതുക്കെ ഫ്ലൈറ്റിൽ കയറി ടേക്ക് ഓഫൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ല സ്മൂത്തായിരുന്നു. എന്നിട്ട് പതിയെ ഒരു 1.5 മണിക്കൂർ നീണ്ട ഒരു യാത്രയിലാണ്. അപ്പം യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ആൽപ്സിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. എപ്പോഴൊക്കെ നമ്മൾ ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ് ആ ഒരു ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് എങ്ങോട്ടേലും പോകുമ്പോൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂവാണ്. എനിക്ക് ആൽപ്സിൻ്റെ ഈ ആകാശ ദൃശ്യം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലിരുന്ന് താഴത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് എത്ര പെട്ടെന്നാണ് സമയം പോയെന്ന് എനിക്കറിയത്തില്ല. 1 hour 35 minutes അത്രേ ഉള്ളായിരുന്നു. പെട്ടെന്ന് തന്നെ ലാൻഡിങ്ങിൻ്റെ ഒക്കെ സീറ്റ് ബെൽറ്റൊക്കെ ടൈറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ വന്നു. പതിയെ നമ്മൾ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. സോ ഗൈസ്, അപ്പം ഞാൻ കൂടുതൽ സസ്പെൻസ് ഇടുന്നില്ല. നമ്മളിപ്പോൾ വന്നിറങ്ങിയിരിക്കുന്നത് ഇറ്റലിയിലെ വെനീസിലെ മാർക്കോ പോളോ എയർപോർട്ടിലാണ്. വളരെ ചെറിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർപോർട്ട്. അപ്പോൾ എൻ്റെ യാത്ര ഇങ്ങോട്ടാണെന്ന് മനസ്സിലായിക്കണമല്ലോ. യെസ്, വെനീസിലേക്കാണ്. അപ്പം ഞാൻ നേരെ എയർപോർട്ടിൽ ഇറങ്ങി ഇവിടെ നിന്നാണ് ആദ്യം ബസ് കിട്ടുന്നത് നോക്കുകയാണ്. ബിക്കോസ് ഈ ഒരു എയർപോർട്ട് മെയിൻലാൻഡിലാണ്. ഇവിടുന്ന് ഏതർ ബസ് അല്ലെങ്കിൽ ട്രെയിനൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് വെനീസിലേക്ക് പോകാൻ വേണ്ടി. അപ്പം ഡയറക്റ്റ് ഷട്ടിൽ സർവീസ് ഉണ്ട് ഇവിടുന്ന് വെനീസിലേക്ക്. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രത്യേകതകളുള്ള ഒരു നഗരമാണ് വെനീസ്. അതായത് Venice is a majestic city that rises from the water instead of standing on land. കംപ്ലീറ്റ്ലി വെള്ളത്തിൽ പണിത ഒരു ജലനഗരമാണ് വെനീസ്. വെനീസിൻ്റെ കഥകൾ എല്ലാവർക്കും അറിയാം. നമ്മൾ വളരെ ചെറുപ്പത്തിൽ മുതലേ കേൾക്കുന്നതാണ് വെനീസ് പട്ടണത്തെക്കുറിച്ച്. അപ്പം വെനീസിൽ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പോകാൻ പറ്റുന്നവർക്ക് പോകണമെന്ന് ഞാൻ പറയും. കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ് വെനീസ്. അതുമാത്രമല്ല, ഇനി ഒരു 40 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെനീസ് എന്ന് പറയുന്ന ഒരു നഗരം ഭൂമിയിലുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ വർഷവും ജലനിരപ്പ് ഉയർന്നുകൊണ്ട് വെനീസിൽ തുടർച്ചയായിട്ട് വെള്ളപ്പൊക്കങ്ങളും മറ്റ് നാശനഷ്ടങ്ങളും ഒക്കെ വന്ന് സിറ്റി കംപ്ലീറ്റ്ലി പതിയെ വെള്ളത്തിലേക്ക് തന്നെ പോവുകയാണ്. സോ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വെനീസിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഗ്രാൻഡ് കനാലിന് അഭിമുഖമായി നിൽക്കുന്ന അതിമനോഹരമായ വലിയ ഗോപുരങ്ങൾ, കെട്ടിടങ്ങൾ, പള്ളികൾ, അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഗൊണ്ടോളകൾ, മറ്റ് ടൂറിസ്റ്റിക് ബോട്ടുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ഓരോ കോണിലും വെനീസിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂസാണ്. വെനീസ് എന്ന് പറയുന്നത് കേവലം ഒരു സിറ്റി മാത്രമല്ല, അത് കംപ്ലീറ്റ്ലി ഒരു ദൃശ്യവിരുന്നാണ്, ഒരു ആർട്ടിസ്റ്റിക് വിരുന്നാണത്. എവിടേക്ക് തിരിഞ്ഞാലും ഒരു കലാകാരന്, ഒരു ഫോട്ടോഗ്രാഫർക്ക് ഒപ്പിയെടുക്കാൻ ഇഷ്ടംപോലെ വ്യൂ ആണ്. ഈ കാണുന്നതാണ് വെനീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാന്താ ലൂസിയ റെയിൽവേ സ്റ്റേഷൻ. ഭയങ്കര തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇതിന് അഭിമുഖമായിട്ട് നോക്കുമ്പോൾ ഒരു വലിയ പബ്ലിക് ബോട്ട് സർവീസ് കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് വെനീസിനടുത്തുള്ള പല ചെറിയ ഐലൻഡിലേക്കും നമ്മൾ പബ്ലിക് ബോട്ട്സ് വെച്ച് പോകുന്നത്. പിയറ്റ്സ റോമ എന്നോ മറ്റുമാണ് ഈ ഒരു സ്റ്റോപ്പിൻ്റെ പേര്. ഇതിനടുത്ത് പല സ്റ്റോപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ വെനീസിലെ ആദ്യത്തെ ഒരു പള്ളിയിലേക്ക് കയറുകയാണ്. ചിസ ദി സാന്താ മരിയ ദി നസ്രത്ത് എന്ന് പറയുന്ന മാതാവിൻ്റെ ഒരു പള്ളിയാണിത്. സത്യം പറഞ്ഞോട്ടെ, വെനീസിലെ ഈ പള്ളികളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. വെള്ളത്തിന് മുകളിൽ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് എന്തോരം ദേവാലയങ്ങളാണ് ഇവിടെ ഈ ഒരു നഗരത്തിൽ ഉണ്ടാക്കി വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ ഓരോ പള്ളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മജസ്റ്റിക്കായിട്ട്, ഇത്രയും അധികം ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ദേവാലയങ്ങൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണേൽ പറയാം. ഇത്രയും വർഷങ്ങളായിട്ട് പണ്ട് കാലത്തുണ്ടാക്കിയ പള്ളികളാണെങ്കിലും പള്ളികൾക്കുള്ളിലെ പെയിൻറ്റിങ്സും അതുപോലെ തന്നെ ആ ഒരു റോയൽ ഫീലും ഒക്കെ ഭയങ്കര ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. പള്ളി എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് അതുണ്ടാക്കിയ ആൾക്കാരുടെ ആ ഒരു ആർട്ടിസ്റ്റിക് മൈൻഡാണ് എനിക്കതിലും കൂടുതലായിട്ട് എന്നെ
എക്സൈറ്റഡ് ആക്കിയത്. അതുപോലെ തന്നെ ഫണ്ണിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ രൂപങ്ങളുണ്ട്, ഇഷ്ടംപോലെ സ്കൾപ്ചേഴ്സ് ഉണ്ട്, പല വിശുദ്ധരുടെയും മാതാവിൻ്റെ ഈശോയുടെയൊക്കെ. ഇതിന് ചുറ്റും വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ ഇലക്ട്രിക് ലാംപ്സ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോയിൻസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാമ്പ് തെളിയും. അങ്ങനെ ഭയങ്കര മോഡേൺ ആയിട്ടാണ് പള്ളിയിലൊക്കെ ഈവൻ നേർച്ച പെട്ടികൾ തന്നെ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഓരോ സ്കൾപ്ചേഴ്സും അടിപൊളിയാണ്. മാതാവിൻ്റെയൊക്കെ ഭയങ്കര ഭയങ്കര റിയൽ ആയിട്ടുള്ള കുറേ രൂപങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ യാത്രയിൽ കുറേ അധികം പള്ളികളുണ്ട്. ഇനി അടുത്തത് മറ്റൊരു പള്ളിയിലേക്കാണ് ഞാൻ പോകുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് സാന്താ ലൂസിയ കത്തീഡ്രലാണ്. സാന്താ ലൂസിയ എന്ന് പറയുന്ന പേര് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മുടെ റെയിൽവേ സ്റ്റേഷനും ഈ ഒരു പേര് തന്നെയാണ്. അപ്പം സെയിൻറ്റ് ലൂസി അല്ലെങ്കിൽ സാന്താ ലൂസി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4-ാം നൂറ്റാണ്ടിൽ മരിച്ചുപോയ രക്തസാക്ഷിത്വം വഹിച്ച ഒരു സുന്ദരിയായ യുവതിയായിരുന്നു സെയിൻറ്റ് ലൂസി. സെയിൻറ്റ് ലൂസിനെ കണ്ണ് കാണാത്തവരുടെ വിശുദ്ധ, സെയിൻറ്റ് ഓഫ് ദ ബ്ലൈൻഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ സെയിൻറ്റ് ലൂസിയുടെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കയ്യിൽ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന ഒരു യുവതിയുടെ പടം. അതായത് സെയിൻറ്റ് ലൂസിനെ റോമാ ചക്രവർത്തിമാർ വളരെയധികം പീഡിപ്പിച്ച് കണ്ണുകൾ ചുവന്നെടുത്തപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ടും ചുവന്നെടുത്ത് കഴിഞ്ഞപ്പോഴും പിന്നെയും അതിലും തിളങ്ങുന്ന കണ്ണുകൾ ആ കണ്ണിലേക്ക് തിരിച്ചു വന്നു എന്നും കഥകളുണ്ട്. അപ്പം സെയിൻറ്റ് ലൂസീൻ്റെ പേരിലുള്ളൊരു പള്ളിയാണിത്. സെയിൻറ്റ് ലൂസി മരിച്ചതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം കോൺസ്റ്റാന്റിനോപ്പിളിൽ കുരിശ് യുദ്ധങ്ങൾ നടന്ന സമയത്ത് പുള്ളിക്കാരത്തിയുടെ ഭൗതിക ശരീരം ഇവിടേക്ക് മാറ്റിയതാണ്, വെനിസിലേക്ക് മാറ്റിയതാണ്. അതിന് ശേഷമാണ് വെനിസിലേക്ക് സെയിൻറ്റ് ലൂസി എത്തിയത്. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെയിൻറ്റ് ലൂസിയുടെ കുറേ പിക്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഭയങ്കര മനോഹരമാണിത് കാണാൻ തന്നെ. അതുപോലെ തന്നെ ഇത്രയധികം വർഷങ്ങളായി 4-ാം നൂറ്റാണ്ടിൽ മരിച്ച സെയിൻറ്റ് ലൂസീൻ്റെ ബോഡി ഇപ്പോഴും അതേപോലെ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. നമുക്ക് ബോഡിയുടെ അടുത്തൊക്കെ പോയി കാണാൻ പറ്റും. കുറേയധികം ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴും ബോഡിയൊക്കെ ഈ പള്ളിയിൽ അതേപോലെ തന്നെ ഭൗതിക ശരീരമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പള്ളിയിൽ ഇഷ്ടം പോലെ പടങ്ങളാണ് പള്ളിയിൽ കാണാൻ പറ്റുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചർച്ചുമാണ്. അപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ വെളിയിലേക്ക് ഇറങ്ങി. സെയിൻറ്റ് ലൂസി കത്തീഡ്രലിന് ചുറ്റുമായിട്ട് ഇഷ്ടംപോലെ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്. ഈ സ്ട്രീറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇറ്റലിയുടെ ഫേമസ് ആയിട്ടുള്ള കാർണിവലിന് വെക്കുന്ന കുറേയധികം മാസ്കുകളും കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു സ്ട്രീറ്റെല്ലാം. കുറേയധികം സാധനങ്ങൾ സുവനീസ് വാങ്ങാനൊക്കെ പറ്റും. അവിടുന്ന് ഞങ്ങൾ നേരെ മുന്നോട്ട് വെനീസിൻ്റെ ഉൾ ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുകയാണ്. വെനിസിലെ 100 കണക്കിന് ചെറുതും വലുതുമായുള്ള പാലങ്ങളുടെ സമീപം അല്ലെങ്കിൽ ഏതെങ്കിലും കനാലുകളോട് ചേർന്ന് നിറയെ ഗൊണ്ടോളകൾ നമുക്ക് കാണാൻ പറ്റും. വെനീസിൻ്റെ ഒരു ഐക്കോണിക് ഫിഗറാണല്ലോ ഈ ഗൊണ്ടോള എന്ന് പറയുന്നത്. അപ്പം വെനീസിൽ വരുന്ന ഓരോ ട്രാവലേഴ്സും ഓരോ ടൂറിസ്റ്റുകളും ഗൊണ്ടോളയിലൊരു യാത്ര നടത്തുക എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് ഗൊണ്ടോളയിൽ യാത്ര ചെയ്യുന്നവരെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗൊണ്ടോള നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഇഷ്ടംപോലെ കനാലുകളിലും നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഗൊണ്ടോളയിലെ യാത്ര എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. യൂഷ്വലി ഒരു 150 യൂറോ മുതൽ 200-250 യൂറോ ഒക്കെ ആയിരിക്കും ഒരു കംപ്ലീറ്റ് ട്രാവലിന് ഇവർ വാങ്ങുക. പക്ഷെ അതല്ലാതെ നമുക്ക് പബ്ലിക് ബോട്ടുകളും കാര്യങ്ങളും ഒക്കെ വെനീസ് നഗരത്തിലൂടെ ഇഷ്ടംപോലെ ഉണ്ട്. വളരെ കുറഞ്ഞ സിറ്റി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഗൊണ്ടോളയിലെ യാത്ര ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വെനീസ് നഗരത്തിൻ്റെ പല കാഴ്ചകൾ ഇങ്ങനെ കണ്ട് മുന്നോട്ട് പോവുകയാണ്. എവിടേക്ക് നോക്കിയാലും നമുക്ക് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സും മനോഹരമായ ഷോപ്പിംഗ് മാളുകളും അതുപോലെ തന്നെ എല്ലാ തരം വസ്തുവകൾ കിട്ടുന്ന കടകളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഷോപ്പിംഗ് സ്ട്രീറ്റ്സൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, വെനീസ് ഒരു ടൂറിസ്റ്റ് സിറ്റി ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളാണ്. അപ്പോൾ ടൂറിസ്റ്റുകളെ തേടി നിരവധിയായിട്ടുള്ള സുവനീർ ഷോപ്പുകളും പിന്നെ ഫുഡ് സ്റ്റാളുകളും റെസ്റ്റോറൻറ്റ്സും അങ്ങനെ പല രീതിയിലുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ നമുക്ക് ഇടുങ്ങിയതും വലുതുമായിട്ടുള്ള ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോ ചെറിയ ഇടുങ്ങിയ സ്ഥലങ്ങളും ചേർന്നെത്തുന്നത് ഏതെങ്കിലും ഒരു കനാലിൻ്റെ തീരത്തായിരിക്കും. അതായത് കനാലുകളാണ് ഈ ഒരു നഗരത്തെ ബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഓരോ 4 കവലകൾ പോലെ അത് ചെന്നെത്തുന്ന സ്ഥലം ഒരു കനാൽ തന്നെയായിരിക്കും. അവിടെ നിരവധിയായിട്ടുള്ള ഗൊണ്ടോള
ഗൊണ്ടോളകൾ നമ്മളെ കാത്തു നിൽപ്പുണ്ടായിരിക്കും. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഗൊണ്ടോളകളിൽ കയറി മറ്റ് പല ലൊക്കേഷനിലേക്കും ഇങ്ങനെ ട്രാവൽ ചെയ്യാവുന്നതാണ്. എവിടെ നോക്കിയാലും ഇതുപോലെ സ്ട്രൈപ്സ് ഉള്ള ബനിയനിട്ട് ഗൊണ്ടോള തുഴയുന്ന തുഴച്ചിൽക്കാരെ നമുക്ക് കാണാൻ പറ്റും. വെനിസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലി തന്നെയാണ് ഈ ഗൊണ്ടോള തുഴയുക എന്ന് പറയുന്നത്. അതുപോലെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതുമാണത്. ഞാൻ മുമ്പ് പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. വെനിസ് എന്ന് പറയുന്നത് ഒരു ദേവാലയങ്ങളുടെ ഒരു വലിയൊരു സിറ്റി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇങ്ങോട്ട് തന്നെയാണ്, സ്പെഷ്യലി ഇറ്റലി എങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷേ വെനീസ് നിറയെ പള്ളികളാണ്, എവിടേക്ക് തിരിഞ്ഞാലും പള്ളികളാണ്. അപ്പം ആദ്യമൊക്കെ പണ്ട് നമ്മൾ പള്ളികളിൽ കയറുമ്പോഴത്തേക്കിന് ഒരു വിശ്വാസമില്ല. നമ്മൾ ആദ്യമായിട്ടൊരു പള്ളിയിൽ കയറുമ്പം നമ്മൾ 2-3 കാര്യങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ അത് നടക്കുമെന്ന്. ആദ്യത്തെ പള്ളിയിൽ കയറിയപ്പോൾ ഞാനും അങ്ങനെ വിചാരിച്ചായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയുമ്പോൾ പള്ളികൾ മാത്രമേ കാണുന്നുള്ളൂ, നിരവധിയായിട്ടുള്ള പല രീതിയിലുള്ള പള്ളികൾ, എല്ലാ പള്ളികളും ഒന്നിനൊന്ന് മെച്ചം. അപ്പം എത്രത്തോളം വിഷ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്യമമൊക്കെ വിട്ടു. ജസ്റ്റ് പള്ളികളൊക്കെ ഒന്ന് കയറി കാണാമെന്ന് മാത്രമായി അങ്ങനെ കയറി ചില പള്ളികളൊക്കെ ഇപ്പം തകർന്ന് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അതായത് വേണ്ടത്ര റിനോവേഷൻസ് ഒന്നും പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ട് പല ചർച്ചുകളും ഇപ്പം വളരെ ഡിമോളിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പല ഭാഗങ്ങളിൽ നമുക്ക് നോക്കിയാൽ കാണാം ഫുള്ള് വിണ്ട് കയറി അല്ലെങ്കിൽ മണ്ണെടുക്കാറായ രീതിയിലാണ് പല ചർച്ചകളും നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ ഓരോ ചർച്ച്. ഓരോ കാലഘട്ടത്തിൻ്റെ അത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഈ ഒരു ചർച്ച് ഉണ്ടാക്കിയേക്കുന്നത്. അത് ഓരോ ചർച്ചിനും ഓരോരോ കഥകൾ പറയാനുണ്ട്. ഓരോ ചർച്ചിലും പല വിശ്വാസങ്ങളാണ്, പല ആൾക്കാർ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ വിശ്വാസികളുണ്ട്. യൂറോപ്പിലൊക്കെ വിശ്വാസം കുറയുമെന്ന് പറഞ്ഞാലും ഈ ചർച്ചിലൊക്കെ ഒത്തിരി അധികം ആൾക്കാർ ഇറ്റലിയിൽ വരുന്നത് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ എവിടെ നോക്കിയാലും ഗൊണ്ടോളക്കാരെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഏതൊരു കോർണറിൽ ചെന്നാലും ഗൊണ്ടോള തുഴഞ്ഞു വരുന്നവരെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു വെനീസിൻ്റെ ഒരു ടിപ്പിക്കൽ വ്യൂ ആണ്. സ്ട്രൈപ്സ് ഡ്രസ്സിട്ട ഗൊണ്ടോള തുഴയുന്ന ആൾക്കാരും അതിലിറന്ന് ഇരുന്ന് പോകുന്ന സഞ്ചാരികളും. ഞാൻ വെനീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജെലാറ്റോ തേടി നടക്കുകയായിരുന്നു. ഇവിടെ ഒരു ഷോപ്പിലാണ് വെനീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീംസ് കിട്ടുന്നത്. സമയം ഏതാണ്ട് 4 മണിയോട് അടുക്കാറായി. ഏകദേശം ഒരു സൺസെറ്റിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. പക്ഷെ എന്നാലും യാത്രക്കാരുടെ എണ്ണത്തിൽ യാതൊരുവിധ കുറവില്ല കേട്ടോ. ഗ്രാൻഡ് കനാലിന് അഭിമുഖമായി കിടക്കുന്ന ചെറിയ ചെറിയ കൈവഴികളിലൂടെ എല്ലാം ഗൊണ്ടോളകൾ നിറയെ ഒഴുകുകയാണ്. അതിലൊക്കെ നിറച്ച് യാത്രക്കാരുമാണ്. പക്ഷേ ഈ ഗൊണ്ടോളകളിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, എല്ലാ ഗൊണ്ടോളകളും ഏകദേശം ഒരേ ആകൃതിയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ആകൃതിയിലും ഷേപ്പിലും ഒക്കെ കർക്കശമായിട്ടുള്ള ഒരു നിയമങ്ങൾ ഇവർ നോക്കുന്നുണ്ട്. ഏകദേശം 35 അടിയോളം വീതി, 1100 പൗണ്ട് വെയിറ്റ്, ബ്ലാക്ക് കളറ്, ഷേപ്പ് എല്ലാം സിമിലർ, അങ്ങനെ ഏകദേശം ഒരേപോലെയുള്ള ഗൊണ്ടോളകളാണ്. ഗൊണ്ടോളകളുടെ കാഴ്ചകൾ ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് ഈ ഗൊണ്ടോളകൾ തീരുന്നത്. ഏകദേശം ഒരു 30 മിനിറ്റ് ട്രാവൽ ചെയ്യുന്നതിന് 80 മുതൽ 150 യൂറോയാണ് സാധാരണയായിട്ടൊരു ഗൊണ്ടോള യാത്രയ്ക്ക് ഇവിടെ മുടക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വെനീസിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം കൂടി വരുന്ന വീക്കെൻഡ് ആയതുകൊണ്ട് ഓരോ ചെറിയ ഇടനാഴികളും യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന വെനീസിൻ്റെ പിക്ചറിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ്. വെനീസിൽ ഇഷ്ടംപോലെ ബ്രിഡ്ജുണ്ട്. അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് റിയാൽട്ടോ. ഗ്രാൻഡ് കനാലിന് ക്രോസ് ആയിട്ട് പണിതേക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 48 മീറ്റർ വിസ്തൃതിയുള്ള ഒരു വലിയൊരു ബ്രിഡ്ജാണ് റിയാൽട്ടോ എന്ന് പറയുന്നത്. ഏകദേശം 12,000 വുഡൻ പൈലിങ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചേക്കുന്നത്. സ്പാനിഷ് ശില്പിയായിരുന്ന അന്റോണിയോ ഡി പോണ്ടെ 1500 രൂപകൽപ്പന ചെയ്തതാണിത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെനീസിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടും. അതായത് ഗ്രാൻഡ് കനാലിലൂടെ പോകുന്ന ബോട്ടുകളും ഗൊണ്ടോളകളും
ഇരുവശങ്ങളുമായിട്ട് നിൽക്കുന്ന പൗരാണിക ബിൽഡിങ്സും, അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. സാധാരണ ഇവിടെ നിന്നുകൊണ്ടാണ് ആൾക്കാർ സൺസെറ്റ് കാണാൻ വേണ്ടി വരുന്നത് തന്നെ. കാരണം ഈ ഒരു ഭാഗത്തെ വ്യൂ, ഈ ഒരു ഇതൊരു ഐക്കോണിക് ഏരിയ ആണ്. ഇവിടെ നിന്നുകൊണ്ടാണ് ആൾക്കാർ സ്ഥിരമായിട്ട് സെൽഫി എടുക്കുന്നതും വെനീസിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതും. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ റിയാൾട്ടോയിൽ കയറി കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു. അതിനുശേഷം ഞാൻ ഓർത്തുന്ന പിന്നെ എന്തായാലും വെനീസിൽ വന്നതാണ്, വെനീസിലൂടെയുള്ളൊരു കംപ്ലീറ്റ് ബോട്ട് റൈഡ് എടുക്കാമെന്ന് ഓർത്തപ്പം റിയാൾട്ടോയിൽ നിന്ന് അടുത്ത എൻ്റെ ലക്ഷ്യം ബോട്ടിൽ കയറി നേരെ പിയസ്സ റോമ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബോട്ടിൽ പോയിട്ട് ഒന്ന് വെനീസ് നഗരം ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. താഴെ ഇപ്പോഴും ഗോണ്ടോളകളിൽ നിറയെ ആൾക്കാരാണ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ബോട്ടിൽ കയറി നമ്മുടെ ഗ്രാൻഡ് കനാലിൽ കൂടെ ഒന്ന് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, നമ്മൾ ഷേക്സ്പിയറിൻ്റെ ദ മർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൃതി ഉണ്ടല്ലോ, അതിലൊക്കെ ഈ വെനീസിനെ കുറിച്ചും റിയാൾട്ടോനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം പണ്ട് കാലത്ത് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച അല്ലെങ്കിൽ കേട്ട സ്ഥലങ്ങളിൽ കൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിങ്സാണ്. അങ്ങനെ നമ്മൾ വെനീസിൽ ഇങ്ങനെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. അപ്പോൾ ഞാൻ പോകുന്നത് അടുത്തത് സെയിൻറ്റ് മാർക്ക് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ള സ്ക്വയറിലാണ്. അത് വെനീസിൻ്റെ ഏറ്റവും കൂടുതൽ, റിയാൾട്ടോ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെനീസിൽ ഏറ്റവും കൂടുതൽ പിക്ചേഴ്സ് എടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ സെയിൻറ്റ് മാർക്ക് സ്ക്വയർ എന്ന് പറയുന്ന സ്ക്വയർ. അപ്പം സെയിൻറ്റ് മാർക്ക് സ്ക്വയറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സെയിൻറ്റ് മാർക്കിനെ കുറിച്ച് ഞാൻ പറയാം. സെയിൻറ്റ് മാർക്ക് എന്ന് പറഞ്ഞ ആരാണ്? വിശുദ്ധ മാർക്കോസ്. മലയാളികൾക്ക് വളരെ സുപരിചിതനായ, കാത്തലിക്സിനൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് സെയിൻറ്റ് മാർക്സ്. ബിക്കോസ് ജീസസിൻ്റെ ഗോഡ് സ്പെൽ, നമ്മുടെ സുവിശേഷകന്മാരിൽ ഒരാളാണ്, പുതിയ നിയമം സുവിശേഷം എഴുതിയ ഒരാളാണ് സെയിൻറ്റ് മാർക്ക്. ഇപ്പം പറഞ്ഞ പോലെ അഡ്രിയാറ്റിക് കടലിടുക്കിൽ സൂര്യാസ്തമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേന് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലൂടെ ഞാൻ ഒരു ബോട്ടിലൂടെ നമ്മുടെ ഗ്രാൻഡ് കനാലിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പം ഈ യാത്ര ഞാൻ ചെന്നെത്തുന്നത് പിന്നെ റിയാൾട്ടോയിൽ തന്നെയാണ്. പക്ഷേ അവിടുന്ന് ഞാൻ നേരെ സെയിൻറ്റ് മാർക്ക് സ്ക്വയറിലേക്ക് പോകും. ശരിക്കും ഭയങ്കരമായിട്ട് മനസ്സിൽ ഭയങ്കര സന്തോഷം തരുന്ന ഒരു യാത്രയാണ്. കാരണം ഈ സ്ഥലത്ത് ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത്രയും പൗരാണികമായിട്ട് ഇത്രയധികം ചരിത്ര സംഭവങ്ങൾ നടന്ന ഷേക്സ്പിയറിൻ്റെ ദ മർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറഞ്ഞ നോവലൊക്കെ വായിച്ചിട്ടുള്ളവർക്കറിയാം. അതിലൊക്കെ പ്രതിപാദിക്കുന്ന പല സ്ഥലങ്ങളിലൂടെയാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങ് ദൂരെ അഡ്രിയാറ്റിക് കടലിൽ സൂര്യൻ അസ്തമിക്കുകയാണ്. അപ്പോൾ ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഞാനപ്പോൾ സെയിൻറ്റ് മാർക്കിൻ്റെ സ്റ്റോറി പറയാം. അപ്പം സെയിൻറ്റ് മാർക്കിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞാണല്ലോ, ഈ സുവിശേഷന്മാരിൽ ഒരാളാണ് സെയിൻറ്റ് മാർക്ക്. അപ്പം സെയിൻറ്റ് മാർക്ക് ആക്ച്വലി സുവിശേഷ പ്രഘോഷണമൊക്കെ മെയിനായിട്ട് നടത്തിയത് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലായിരുന്നു. പക്ഷെ അദ്ദേഹം പലതവണ വെനീസിൽ വന്നു എന്നുള്ളതിന് തെളിവുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണവും ഒക്കെ നടന്നത് അലക്സാൻഡ്രിയയിലാണ്. അദ്ദേഹത്തിൻ്റെ റിലിക്സ് സൂക്ഷിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ദേവാലയത്തിലായിരുന്നു. പക്ഷേ AD 828
കുറേ വെനീസിലെ വ്യാപാരികൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊള്ളയടിച്ചുകൊണ്ട് വെനീസിലേക്ക് കടറ്റുകയാണ് ചെയ്തത്. അതായത് വെനീസിലേക്ക് അലക്സാണ്ട്രിയയിൽ നിന്ന് സെയിൻറ്റ് മാർക്കിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പം അതിനുശേഷമാണ് സെയിൻറ്റ് മാർക്ക് വെനീസിൻ്റെ ഒരു പാട്രൺ സെയിൻറ്റ് ആയതും, അല്ലെങ്കിൽ വെനീസിൽ സെയിൻറ്റ് മാർക്കിൻ്റെ പേരിൽ ഒരു ബസിലിക്ക സ്ഥാപിച്ചതും, അദ്ദേഹത്തിൻ്റെ റിലിക്സ് ഇവിടെ സൂക്ഷിച്ചതും, ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി അല്ലെങ്കിൽ വളരെയധികം ബിബ്ലിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തിലേക്ക് വെനീസ് മാറിയത്. അപ്പം അങ്ങനെയാണ് സെയിൻറ്റ് മാർക്ക് ഇവിടെ ഫേമസ് ആയത്. സോ വളരെ ബ്യൂട്ടിഫുൾ ഉള്ള വ്യൂവിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങ് ദൂരെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് കനാലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിറയെ ബോട്ടുകൾ പോകുന്നു. ഇരുവശത്തും വളരെയധികം മനോഹരങ്ങളായിട്ടുള്ള ബിൽഡിങ്സ് ആണ്. ഈ ബിൽഡിങ്സിൻ്റെ ഇടയിലൂടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻറ്റ്, വളരെയധികം കോർ മെമ്മറി ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. അതും നല്ല സൂര്യാസ്തമയത്തിൻ്റെ സമയത്തുള്ള ഈ ചുവന്ന രശ്മികൾ അല്ലെങ്കിൽ ഒരു റെഡിഷ് ഷെയ്ഡിൽ ഓരോ ബിൽഡിങ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പം ഈ യാത്ര നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് നമ്മൾ പിന്നെ റിയൽട്ടോനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ ഗൊണ്ടോളകൾ ഇനിയും മുന്നോട്ടും നമ്മുടെ ഗ്രാൻഡ് കനാലിൽ കൂടെ തുഴഞ്ഞുകൊണ്ട് പോകുന്നത് കാണാം. ഈ യാത്രക്കാരുടെയും ടൂറിസ്റ്റുകളുടെയൊക്കെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു സമയം, ഈ ഒരു ഈവനിങ്, ഈ ഒരു ഈവനിങ്ങിലൂടെ ഈ ഒരു ഗ്രാൻഡ് കനാലിലേക്ക് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വെനീസിൽ വരുന്ന ഓരോ യാത്രക്കാരൻ്റെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പം പുതിയ പുതിയ ഗൊണ്ടോള യാത്രികരെ കാണാൻ പറ്റും. നമ്മൾ പിന്നെയും റിയൽട്ടോനെ ക്രോസ് ചെയ്യുകയാണ്. ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെനീസിലെ വളരെ ബൃഹത്തായിട്ടുള്ള വ്യാപാര സമുച്ചയങ്ങളും പൗരാണിക ബിൽഡിങ്സും ഒക്കെ പിന്നെയും നമുക്ക് കാണാൻ പറ്റും. അതിനിടയിലൂടെ തുഴഞ്ഞു വരുന്ന ഗൊണ്ടോളക്കാരെ കാണാൻ പറ്റും. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ യാത്ര മുന്നോട്ട് പോവുകയാണ്. റിയാൾട്ടോനെ നമ്മൾ ക്രോസ് ചെയ്തു. റിയാൾട്ടോയിൽ നമ്മൾ ഇറങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സെയിൻറ്റ് മാർക്ക് സ്ക്വയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ സെയിൻറ്റ് മാർക്ക് സ്ക്വയറിനെ കുറിച്ച് എനിക്ക് കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇന്ന് രാത്രി ഞാൻ സെയിൻറ്റ് മാർക്ക് സ്ക്വയറിലാണ് ഫുഡ് കഴിക്കുന്നതും അവിടെ വളരെ കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലവുമാണ്. അതിനോട് ചേർന്ന് ഒരു പാലസും ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ റിയാൾട്ടോയിൽ തിരിച്ചിറങ്ങി ഇനി ഞാൻ പതുക്കെ സെയിൻറ്റ് മാർക്ക് സ്ക്വയറിലേക്ക് പോവുകയാണ്. സോ ഗൈസ്, അപ്പം നമ്മൾ കുറേ നേരമായിട്ട് കാണാൻ ആഗ്രഹിച്ച ആ സെയിൻറ്റ് മാർക്ക് സ്ക്വയറിലെ കാഴ്ചകളിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ സ്ക്വയറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് സെയിൻറ്റ് മാർക്സ് ബസിലിക്കയും അതിനോട് ചേർന്ന് നിൽക്കുന്ന സെയിൻറ്റ് മാർക്സ് ബെൽ ടവറും കാണാൻ പറ്റും. വെനീസിലെ ഏറ്റവും ഉയരത്തിലുള്ള ബെൽ ടവറാണിത്. ഏകദേശം 320 ഫീറ്റ് 325 അടിയോളം ദൂരമുണ്ട്. അതിനോട് ചേർന്ന് സ്ക്വയറിൻ്റെ നോർത്തേൺ ഭാഗത്തായിട്ട് ഡോഗ്സ് പാലസ് അവർക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൗരാണിക മന്ദിരങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് സെയിൻറ്റ് മാർക്ക് സ്ക്വയർ. വെനീസിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്വയറാണ്. ഈ സ്ക്വയറിനോട് അഭിമുഖമായിട്ടാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള സെയിൻറ്റ് മാർക്സ് ബസിലിക്ക ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ സെയിൻറ്റ് മാർക്സിൻ്റെ റിലിക്സും ഭൗതിക അവശിഷ്ടങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ ബസിലിക്കയിലാണ്. ഈ ബസിലിക്കയുടെ ഏറ്റവും മുകളിലായിട്ട് സ്വർണ്ണ ചിറകുകളുള്ള ഒരു സിംഹത്തെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും സുവിശേഷകന്മാരായിട്ടുള്ള സെയിൻറ്റ് മാർക്കിൻ്റെ സിമ്പലാണ് ഈ ഒരു സ്വർണ്ണ ചിറകുള്ള സിംഹം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്ക്വയറിൻ്റെ കാഴ്ചകൾ എനിക്കൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ക്വയറാണ്. ഇതിലെ ഓരോ ബിൽഡിങ്സും, ഈ കാണുന്ന പാലസ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ ബസിലിക്ക ആയിക്കൊള്ളട്ടെ, എല്ലാം അതിമനോഹരമായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്തതാണ്. റെനൈസൻസ് രീതിയിൽ വളരെ ആഡംബരത്തിൽ സ്വർണത്തിലൊക്കെയാണ് ഈ ബസിലിക്ക തീർത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളിലും ആഡംബരത്തിലാണ് ഒരു ഗോത്തിക് ആർക്കിടെക്ചർ രീതിയിലാണ് നമ്മുടെ ഡോഗീസ് പാലസ് റെസിഡൻസ് കോംപ്ലക്സ് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ വളരെയധികം സാമ്പത്തികമായി ഉന്നതിയിൽ നിന്ന ഒരു സമൂഹമായിരുന്നു വെനീസിൽ ജീവിച്ചിരുന്നത്. അവരുടെ സമ്പത്തിൻ്റെയും അവരുടെ മനോഹരമായിട്ടുള്ള അവരുടെ ആർട്ടിസ്റ്റിക് കഴിവിൻ്റെയൊക്കെ ഉത്തമ മാതൃകയാണ് ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്നത്. നമ്മുടെ
മാർക്സ് ബസിലിക്കയുടെ ഉള്ളിൽ കയറാൻ നമുക്ക് പറ്റില്ല, കാരണം അവിടെ ക്യാമറ അലൗഡ് അല്ല. പക്ഷേ ഇതിന് വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള കുറേ സ്കൾപ്ചേഴ്സും പെയിൻറ്റിങ്സും ഒക്കെ കാണാൻ പറ്റും. ഇത് 1500-ലും 1200-ലും ഒക്കെ നിർമ്മിച്ച നിർമ്മിതികളാണെന്ന് ഓർക്കണം. ഇതിനോടനുബന്ധിച്ച് സെയിൻറ്റ് മാർക്സിൻ്റെ ഒരു മ്യൂസിയം ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നമുക്ക് ചിറകുള്ള സിംഹത്തെ കാണാൻ പറ്റും. അത് സെയിൻറ്റ് മാർക്സിനെയാണ് സുവിശേഷകൻ്റെ ഒരു സിമ്പിളായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ സെയിൻറ്റ് ഗബ്രിയലിൻ്റെ വിങ്സും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കർവ് ചെയ്തെടുത്തേക്കുന്ന ഒരു ഏരിയയാണ് ഈ സെയിൻറ്റ് മാർക്ക് സ്ക്വയർ എന്ന് പറയുന്നത്. ശരിക്കും ഈജിപ്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന വിശുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇവിടെയുള്ള ഒരു സീക്രട്ട് ചാപ്പലിൽ, ഒരു പള്ളിയിൽ ഒരു ബോക്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ തന്നെ. പക്ഷെ അത് ആൾക്കാർക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ കാരണം അത് അത്രയും സേക്രഡ് ആയിട്ട് അത്രയും പ്രൊട്ടക്ഷനോടെയാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ടവറിനും ഭയങ്കരധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. വെനീസിലെ ഏറ്റവും നീളം കൂടിയ ടവറാണിത്. അതും ഈ ടവർ 2 തവണ റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് പല ഡാമേജ് കാരണം. പക്ഷേ ഓരോ തവണയും വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ടവർ റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അത് ഈ ഒരു വാച്ച് ടവർ എന്ന് പറയുന്നത് നമ്മുടെ ഹാർബറിനെയും വെനീസ് സിറ്റീനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇങ്ങനൊരു ടവർ അവർ ഉണ്ടാക്കിയിരുന്നത്. ടവറിൻ്റെ മുകളിൽ ഒരു പിരമിഡിക്കൽ സ്ട്രക്ചറിനുള്ളിൽ ഗബ്രിയലിൻ്റെ ആർച്ചേഞ്ചലായിട്ടുള്ള ഗബ്രിയലിൻ്റെ രൂപമാണ് അവർ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒത്തിരിയധികം ക്രിസ്ത്യാനിറ്റി വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു സമയത്തായിരുന്നല്ലോ വെനീസൊക്കെ ഇത്രയും മനോഹരമായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തെടുത്ത്. അതുകൊണ്ട് തന്നെ വളരെയധികം വിശുദ്ധന്മാരുടെയും ക്രിസ്ത്യൻ സിമ്പിൾസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ദൂരെ നോക്കുമ്പോൾ നമുക്ക് 2 ഗോപുരങ്ങൾ കാണാം. ഒരു ഗോപുരത്തിൽ നമ്മുടെ ചിറകുള്ള സിംഹവും മറ്റേ ഗോപുരത്തിൽ വിശുദ്ധ തിയോഡോറുമാണ് നിൽക്കുന്നത്. അത് കാരണം വെനീസിൻ്റെ പഴയ പാറ്റേൺ തിയോഡോറായിരുന്നു. അതിനുശേഷം സെയിൻറ്റ് മാർക്സിൻ്റെ റിലിക്സ് വന്നതിന് ശേഷമാണ് വെനീസിൻ്റെ പുതിയ പാറ്റേണായിട്ട് സെയിൻറ്റ് മാർക്സിനെ എടുത്തപ്പം വിശുദ്ധ തിയോഡോറിനെ വിശുദ്ധ മാർക്കോസും 2 പേരും കാത്തു സൂക്ഷിക്കുന്ന ഒരു സിറ്റിയായിട്ടാണ് വെനീസിനെ അറിയപ്പെടുന്നത്. അതും ഈ കാണുന്ന എല്ലാ ഗോപുരങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ ഓർക്കണം. അത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് സെയിൻറ്റ് മാർക്ക് സ്ക്വയറിൽ. ഈ ഒരു കാഴ്ച കംപ്ലീറ്റ്ലി എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ഒരു സ്ക്വയറിൽ വന്ന് ഈ ഒരു ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ഡെഫിനറ്റ്ലി ഞാൻ പറയും. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെയിൻറ്റ് മാർക്ക് സ്ക്വയറിൽ ഈ ഒരു ഈവനിങ് കണ്ട് അവിടെ നിന്ന് നേരെ ഞാൻ ബ്രിഡ്ജ് ഓഫ് സൈയിലേക്കാണ് പോകുന്നത്. അതായത് ദീർഘനിശ്വാസത്തിൻ്റെ ഒരു ബ്രിഡ്ജ്. ഇവിടെയാണ് തടവുകാർ അവസാനമായിട്ട് തടവറയ്ക്ക് കയറുന്നതിന് മുമ്പ് സൂര്യ വെളിച്ചം കാണുന്നത്. അപ്പോൾ അങ്ങനെ വെനീസിൻ്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.